കോഴിക്കോട് ബീച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള അറേബ്യൻ സീ എന്ന് പറഞ്ഞിട്ടുള്ള എക്സിബിഷനിലാണ് ഞങ്ങൾ പിന്നെ ചെന്നത് കേട്ടോ. ഒരു നാവിക കപ്പലിൻ്റെ മോഡലിലേക്കാണ് സംഭവം അറേഞ്ച് ചെയ്തേക്കുന്നത്. അകത്ത് ചെന്നപ്പോഴാണെങ്കിൽ ചറവറ റോബോട്ട്സ്, ഒരുപാട് റോബോട്ട്സ് ഉണ്ട്. ചിത്രം വരയ്ക്കുന്ന വരെ റോബോട്ട് ഉണ്ട്. കൂട്ടത്തിൽ ഇയാളെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ. ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്, പാട്ട് പാടുന്നില്ല. എന്നാലും പല ടൈപ്പ് റോബോട്ട്സ് അവിടെ ഉണ്ട്. എല്ലാം കുറേ നേരമൊക്കെ കുത്തിയിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കണ്ടു. പിന്നെ ഒരു ഡോഗ് റോബോ ഉണ്ടായിരുന്നു. മോൾ ഓടിച്ചെന്നപ്പോൾ തന്നെ അവളുടെ ദേഹത്തോട്ട് ചാടി വീണ് ഭയങ്കരമായിട്ട് സൗണ്ടൊക്കെ ഉണ്ടാക്കി. അവളും കുറച്ച് പേടിച്ച്. കുഴപ്പമില്ല, ഒരു വെറൈറ്റി ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെല്ലുന്നത് ആർട്ടിഫിഷ്യൽ ഗാർഡനിലാണ് കേട്ടോ. ഭയങ്കര കളർഫുൾ ആയിട്ടുണ്ട്. ഒരുപാട് ബീസും ഫ്ലൈസും പിന്നെ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂട്ടത്തിൽ ഒരു കുഞ്ഞു സ്റ്റേജ് ഉണ്ട്. പിള്ളേർക്കൊക്കെ ഡാൻസ് കളിച്ച് അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. പിന്നെ വരുന്നത് അണ്ടർഗ്രൗണ്ട് ഫിഷ് അക്വേറിയമാണ് കേട്ടോ. കുറച്ച് വെറൈറ്റീസ് ഒക്കെ ആയിട്ടുള്ള ഫിഷ് ഉണ്ട്. കൊള്ളാം, നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ഫിഷൊക്കെ ഉണ്ട്. പിള്ളേരൊക്കെ കയ്യിലെടുക്കാൻ പറ്റും. കുറച്ച് നേരമൊക്കെ മോളൊക്കെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു കുഞ്ഞ് അനാക്കോണ്ടയുണ്ട്. അതൊക്കെ കണ്ട് പിള്ളേർ ത്രില്ലടിച്ച് നിൽക്കുവാണ്. പക്ഷേ കൂട്ടത്തിൽ 2 പൂച്ചക്കുഞ്ഞുങ്ങൾ ഇട്ട് വെച്ചിട്ടുണ്ട്. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. പൂച്ചക്കുഞ്ഞുങ്ങൾ അതിനകത്ത് ഒരു അത്ര സേഫായിട്ട് തോന്നിയില്ല. പിന്നെ വെള്ളത്തിനടിയിൽ ഒരു മാണിക്യക്കൊട്ടാരം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാ എക്സിബിഷനിലെയും പോലെ കുറേ വീട്ടിലെ സാധനങ്ങളൊക്കെ ഉണ്ട്. കൂട്ടത്തിൽ ഈ പഴയ കാലത്തെ മിഠായികളൊക്കെ കുറച്ച് നേരം അയവിറക്കി നടന്ന്. 150 രൂപയാണ് കേട്ടോ ടിക്കറ്റ് ചാർജ് വരുന്നത്. അതിനുള്ളത് ഉണ്ടോയെന്ന് ചോദിച്ചാൽ